Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡെസിമൽ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആപ്പാണ്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു വെറൈറ്റി കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു 90 രൂപയ്ക്ക് അല്ലെങ്കിൽ 95 രൂപയ്ക്ക് നമ്മളൊരു ബർഗർ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ 95 ഡേയ്സ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 95 രൂപീസിന്റെ ഒരു സാധനം പ്രൊഡക്റ്റ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കിന്റെ സൈഡിൽ നിന്ന് 95 രൂപീസ് കട്ടായി എന്നൊരു മെസ്സേജ് വരുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് അത് അടുത്ത റൗണ്ട് ഫിഗറിലേക്ക് സെറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ അടുത്ത റൗണ്ട് ഫിഗർ എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ 5 രൂപ ഗ്യാപ്പ് വരുന്നില്ല, 5 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് സംഭവം വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇൻവെസ്റ്റ് ആക്കുന്നത് ലെൻബോക്സ് എന്നൊരു P2P കാറ്റഗറി ഒരു ആപ്പിലേക്കാണ് ഇത് ഇൻവെസ്റ്റ് ആവുക. ലെൻബോക്സ് എന്ന് പറയുന്നത് RBI അപ്രൂവ് ചെയ്ത ഒരു P2P കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആപ്പാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബ്രാൻഡാണ്. അപ്പോൾ 10-15% ഒക്കെ നമുക്ക് സേവിങ്സ് തരുന്ന ഒരു സേവിങ്സ് അല്ല റിട്ടേൺ തരുന്ന ഒരു എന്താ പറയുക ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം ലെൻബോക്സിന്. അതുപോലെ തന്നെ 3-4 ഇതുപോലെ തന്നെ P2P കാറ്റഗറിയിൽ ലൈസൻസ് ഉള്ള RBI അപ്രൂവ് ചെയ്ത വൺ ഓഫ് ദ ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ലെൻബോക്സിനെ. അപ്പോൾ അതിലേക്കാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിന്റെ ഫീച്ചർ ഇപ്പോൾ റീസെന്റ് ലോഞ്ച് ചെയ്യുക അവര്. ഇപ്പോൾ തൽക്കാലം ലെൻബോക്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ആവട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ റെസിപ്പന്റ് നിങ്ങൾക്ക് മനസ്സിലാൻ കഴിയുന്നു. അപ്പോൾ ഇതിന്റെ സെറ്റപ്പ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് അക്കൗണ്ട് നമ്പർ സെറ്റപ്പ് ചെയ്യുക, പാൻ നമ്പറും അതുപോലെ തന്നെ ആധാറും വെരിഫൈ ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓട്ടോ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ നമുക്ക് ഇതിൽ 3 ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ഡെയിലി ഒരു സെറ്റ് 10 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യാം. നമുക്ക് ഡെയിലി നമ്മുടെ അമൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ആയിക്കോളും. നമ്മുടെ UPI ഒക്കെ മാൻഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്തിട്ട് 10 രൂപ മിനിമം 10 രൂപ 10 രൂപ ഓട്ടോ ഡെബിറ്റ് ആയിക്കോളും, പോയിട്ട് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ആയിക്കോളും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പേര് വരുന്നുണ്ട് ഇവര്. പക്ഷെ അതിന് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ iOS-ൽ ആ ഫീച്ചർ വന്നിട്ടില്ല കേട്ടോ. ഓട്ടോ ഇൻവെസ്റ്റ്മെന്റ് ഫീച്ചർ നമ്മുടെ വന്നിട്ടില്ല. അതിന്റെ പേര് പറയുന്നത് റൗണ്ട് അപ്പ് എന്നാണ് ഇവർ പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. റൗണ്ട് അപ്പ് ഉണ്ട്, ഡെയിലി ഡെപ്പോസിറ്റ് ഉണ്ട്, ലംസം ഉണ്ട്. ലംസം പറയുമ്പോൾ ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഡെയിലി ഡെപ്പോസിറ്റ് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് 10 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി UPI കാറ്റഗറിയിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ആയിക്കോളും, കട്ടായിക്കോളും. റൗണ്ട് അപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് റൗണ്ട് അപ്പ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് കാറ്റഗറിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അത് iOS നമ്മുടെ ആപ്പിൽ ഈ ഫീച്ചർ എനേബിൾ ആയിട്ടില്ല. നിങ്ങൾ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. iOS-ൽ നമുക്ക് ഡെയിലി ഡെപ്പോസിറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ ആക്ച്വലി ഇത് ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഡെപ്പോസിറ്റ് ആയിട്ട് 10 രൂപ വെച്ചിട്ടുള്ളൂ. അത് ഡയറക്റ്റ് നമ്മുടെ ഡെയിലി ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആയിട്ട് നമ്മുടെ ലെൻഡ് ബോക്സിലേക്ക് ഡെബിറ്റ് ആയിക്കോളും, ഡെബിറ്റ് അല്ല ഇൻവെസ്റ്റ് ആയിക്കോളും. നല്ലൊരു ആപ്പാണ്. നമ്മുടെ മറ്റേ ഫീച്ചർ പ്രത്യേകിച്ച് നമ്മുടെ ആ റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ടാണ് ഞാൻ അത് ആക്ച്വലി ഇത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇത് ആക്ച്വലി പ്രൊമോഷണൽ സംഭവമൊന്നും അല്ല കേട്ടോ. റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധനം നമ്മൾ കുറേ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും UPI ആണല്ലോ. അപ്പോൾ UPI ഉപയോഗിച്ച് നമുക്ക് മെസ്സേജ് ഒക്കെ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ സ്മോൾ എമൗണ്ട് ഇൻവെസ്റ്റ് ആയിക്കോളും. അപ്പോൾ ആ സ്മോൾ എമൗണ്ട് ഇൻവെസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യം കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് കയ്യിൽ കിട്ടും. അതാണ് നല്ലൊരു ബെനിഫിറ്റ് വരുന്നത്. പ്രത്യേകിച്ച് പിന്നെ നമുക്ക് അത്യാവശ്യം റിട്ടേണും കിട്ടും. ലെൻബോക്സ് അത്യാവശ്യം റിട്ടേൺ തരുന്ന ഒരു ബ്രാൻഡാണ്. നല്ല മഴയും സംഭവങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്, എന്നാലും ചിലപ്പോൾ ചെറിയ സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് സെറ്റപ്പ് ചെയ്യാം. ഞാൻ നമ്മുടെ ആപ്പിൽ ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയാണ്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ വെച്ച് നമ്മൾ Amazon തുടങ്ങുന്നത് ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്യുക. നമ്മളെല്ലാ കമന്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ആപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ആപ്പ് ഞാൻ കാണിച്ചു തരാം. Deciml എന്ന് പറഞ്ഞ ആപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അത് സൂം ചെയ്ത് കാണിച്ചു തരാം. Deciml കണ്ടു. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ പറയാം. അപ്പോൾ നമുക്ക് ഫേസ് ID ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഞാൻ ബയോമെട്രിക് ലോഗിന്. അപ്പോൾ ഞാൻ ഫേസ് ID കണ്ടു. ഇപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കണ്ടു 22 രൂപ. അതായത് ഞാനൊരു ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ. അതായത് ഡെയിലി 10 രൂപ ഇത് ഡെബിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. കണ്ടു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഹോം പേജ് വരിക. അപ്പോൾ ഇതിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മുടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് 72 എന്ന് കാണിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പ്രിഫറൻസിൽ നമുക്കിപ്പോൾ തൽക്കാലം ലാൻഡ് ബോക്സ് മാത്രമേ ഉള്ളൂ. ഫണ്ട് സെലക്റ്റഡ് മ്യൂച്വൽ ഫണ്ട് വരുന്നുണ്ടെന്ന് പറയണുണ്ട്. ഇതിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് ലാൻഡ് ബോക്സിന്റെ സംഭവം കാണിച്ചിട്ടുണ്ട്. ഫണ്ട് ടൈപ്പ് P2P ആണ്. വിഡ്രോവലാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോവൽ ചെയ്യാൻ എക്സ്ട്രാ ചാർജും സംഭവമൊന്നുമില്ല. 1 രൂപ വെച്ച് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 10% നമുക്ക് റിട്ടേൺ വരുന്നതാണ് 3 ഇയേഴ്സിന്. ഫണ്ട് സൈസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലാൻഡ് ബോക്സ് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റൂട്ടാ. അതുപോലെ തന്നെ നമുക്ക് ഗോൾസ് ഉണ്ട്, ഇൻവെസ്റ്റ് മോർ നമുക്ക് വേണമെങ്കിൽ കണ്ടു. നമുക്ക് ഇതിലിപ്പോൾ ഇത് എൻ്റെ iOS-ലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ റൗണ്ട് അപ്പ് ഒന്നും എനേബിൾ ആയിട്ടില്ല. ലോഞ്ചിങ് സൂൺ എന്ന് കാണിച്ചിട്ടുണ്ട്.
ലംസം അവൈലബിൾ ആയിട്ടില്ല. ആകെ ഡെയിലി ഡെപ്പോസിറ്റ് മാത്രം നമുക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുമാത്രമുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ. ഡെയിലി ഡെപ്പോസിറ്റ് ഞാൻ 20 രൂപ വെച്ചത് ഇപ്പോൾ ഞാൻ ആദ്യം 10 രൂപ വെച്ചാൽ പിന്നെ 20 രൂപയ്ക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഡെയിലി ഇപ്പോൾ ഈ 20 രൂപ നമുക്ക് ഇങ്ങനെ വെക്കാൻ കണ്ടോ, 20 രൂപ 90 എത്ര വേണമെങ്കിൽ വെക്കാം, 500 രൂപ വെക്കാം. ഞാൻ 20 രൂപ വെച്ചാൽ അത് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഈ മാൻഡേറ്റിൽ ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ പേയിൽ കയറിയിട്ട് ആ ഈ മാൻഡേറ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ആയിട്ട് എമൗണ്ട് ഓട്ടോ കട്ട് ഓഫ് ആയിട്ട് നമ്മുടെ അതിലേക്ക് ഇൻവെസ്റ്റ് ആയിക്കോളൂ. അപ്പോൾ ഞാൻ 70 രൂപ ഇട്ടുണ്ടായിരുന്നത് നമുക്കിപ്പോൾ 2 രൂപ റിട്ടേൺ കൂടുതൽ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നാളെ കാണുന്നുണ്ടോ, 10 രൂപ 20 രൂപ. ഇപ്പോൾ 20 രൂപ ഇന്നലെ തൊട്ടാണ് 20 രൂപ എടുത്ത് തുടങ്ങിയത്. അതിന് മുമ്പ് വരെ 10 രൂപയായിരുന്നു. അല്ല 10 രൂപ 20, ഞാൻ 8-ാം തീയതി തൊട്ട് 20 രൂപ ആക്കിയിരുന്നു കേട്ടോ. അപ്പം നമുക്കിതിലൊരു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്യാഷ് ബാക്കും കിട്ടും, റിവാർഡ് പോയിന്റ്സ് കിട്ടും. അവിടെ താഴെ കാണുന്നുണ്ട് റിവാർഡ്സ് എനിക്ക് 10 രൂപ 8 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിഡ്രോ ഞാൻ ചെയ്തിട്ടില്ല. ഡെയിലി ഡെപ്പോസിറ്റിൻ്റെ സംഭവമാണ് ഇവിടെ കാണുന്നത്. റിവാർഡ് എനിക്ക് 8 രൂപ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓൾസിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. റിവാർഡ്സ് എനിക്ക് ഇതുവരെയായിട്ട് ക്രെഡിറ്റ് ആയിട്ടില്ല കേട്ടോ, അത് നെക്സ്റ്റ് മന്ത് ആവുള്ളൂ. ഇപ്പോൾ ഡ്യൂ എമൗണ്ടും കാണിക്കുന്നുണ്ട്, എന്നാൽ ഡെയിലി ഡെബിറ്റ് ആവും. ഞാൻ പറഞ്ഞല്ലോ ഇത്. പക്ഷേ ഈ ഫീച്ചറുള്ള പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത് റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അത് പക്ഷേ ആൻഡ്രോയിഡ് യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പക്ഷേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇഷ്ടം പോലെ UPI ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ സ്വിഗ്ഗിന്നും സൊമാറ്റോന്നും ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ 20 രൂപ 25 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ 30 രൂപയ്ക്ക് റൗണ്ട് അപ്പ് ചെയ്ത് 5 രൂപയുടെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ആവും. ഇപ്പോൾ 92 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ 100 അടുത്ത് 100 ആണല്ലോ, അപ്പോൾ 8 രൂപ ഇൻവെസ്റ്റ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇൻവെസ്റ്റ് ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് കയ്യിൽ കിട്ടും. അത് അറിയുന്നില്ല നമ്മൾ. അപ്പോൾ അതൊരു നല്ല സംഭവമാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ പറയാം. ഇത് ആൻഡ്രോയിഡിന് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു കുഴപ്പമൊന്നും പറയാം. അത് റിപ്പീറ്റ് ചെയ്യല്ല, പക്ഷെ എനിക്കിത് iOS ഇതുവരെയായിട്ട് വരാത്തത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ, താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തുടങ്ങാം സുഖമായിട്ട്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കയറി ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.